ആ മുന്തിരിക്കണ്ണുകളാണ് എൻ്റെ ഹൃദയത്തെ അവനിലേക്ക് അടുപ്പിച്ച കാന്തശക്തി. നിഷ്കളങ്കത ചായം തേച്ച ആ ചുണ്ടുകൾ കണ്ടപ്പോൾ കുഞ്ഞിച്ചുണ്ടിൽ കുറുക്ക് കോരിക്കൊടുക്കുന്ന ഒരമ്മയെപ്പോലെ വാത്സല്യം ചുരന്നു. ഒരു കുഞ്ഞു അലുവാക്കഷ്ണം പോലെയുള്ള ആ കറുകറുത്ത മൂക്ക് കാലങ്ങളായി ചിരിക്കാൻ മറന്നുപോയിരുന്ന എന്നിൽ പുഞ്ചിരി വിടർത്തി. ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന ആ ചെവിക്കുടകൾ എനിക്ക് കൗതുകമായി. 22 വർഷങ്ങൾക്ക് മുമ്പ് സിസേറിയൻ കഴിഞ്ഞു നീണ്ട 13 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊന്ന് കണ്ടത്. അന്ന് ആ കുരുന്നിനോട് തോന്നിയ അതേ വികാരമാണ് ഈ കുരുന്നു മുഖം കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. ആ വികാരത്തിൻ്റെ പേരാണോ മാതൃത്വം? ലോകത്ത് മറ്റൊന്നിനും നൽകാൻ കഴിയാത്തൊരു സന്തോഷം ഒരു പെണ്ണിന് നൽകുന്ന വികാരത്തിൻ്റെ പേരാണ് മാതൃത്വം. അതെ, ഞാൻ രണ്ടാമതും അമ്മയായ സന്തോഷം, അനുഭൂതി ഒക്കെ ആസ്വദിക്കുകയായിരുന്നു ആ നിമിഷം. ആ ഇത്തിരി പോന്ന ശരീരം എൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നപ്പോൾ ഒക്കെ ഞാൻ ആസ്വദിച്ചു. അതെ, ഇത് ശത്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു, ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ശത്തൻ്റെ കഥ കേൾക്കാൻ? എന്നാ കേട്ടോളൂ. അങ്ങനെ 2022 ഏപ്രിൽ 11 തിങ്കളാഴ്ച ഒരു 3 മണിയോടെ ഞങ്ങൾ കീരുകുഴിയിൽ നിന്ന് പന്തളത്തേക്ക് തിരിച്ചു. പോരുന്ന വഴി അത്ഭുതത്തോടെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിച്ച് നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കുതറി ചാടുമോന്ന് ഭയന്ന് ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. മുതലാളിയുടെ സ്കൂട്ടറല്ലാതെ വേറൊരു വണ്ടിയും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കൊച്ചു കുരുന്നിനോട് റോഡിൽ കണ്ട വണ്ടികളുടെ എല്ലാം പേര് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ. ഇത് നോക്കിക്കേ, അത് ആനവണ്ടി, ഇത് ലോറി, ഇത് ടെമ്പോ, ഇത് കാറ് വണ്ടി. അങ്ങനെ വഴിനീളെ ഓരോരോ കാഴ്ചകളും വാതോരാതെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. സർപ്രൈസും കൊണ്ട് വരാമെന്നും പറഞ്ഞാൽ പോയത്. ഒരു ജീവനുള്ള സർപ്രൈസാണ് അമ്മ കൊണ്ടുവരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും എൻ്റെ മെക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കണ്ടതും മെക്കിൻ്റെ കണ്ണുകളങ്ങ് വിടർന്നു. മനോഹരമായ ഒരു പുഞ്ചിരി ആ ചുണ്ടുകളെ കീഴടക്കി ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ആ ചെളിപുരണ്ട ദേഹത്തുമ്മ വെച്ച് കമിഴ്ന്നു വീഴാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കും പോലെ കൊഞ്ചിച്ചു കൊണ്ട് നടന്നു. നിലത്ത് വെക്കാൻ തോന്നുന്നില്ല അവനും എനിക്കും. കുളിപ്പിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചുകൊണ്ട് വന്നു മുറ്റത്ത് നിർത്തി. ബേസിന് വെള്ളമെടുത്ത് കൊണ്ടുവന്നതും കുഞ്ഞിച്ചക്കൻ്റെ ഭാവം മാറി. ഓടി വീടിനകത്ത് കയറി. ആരുടെ വീടാണോ എന്നൊന്നും നിശ്ചയമില്ലെങ്കിലും കുഞ്ഞു ചാടി അകത്ത് കയറി. വീണ്ടും ഞാനെടുത്ത് കുളിപ്പിക്കാൻ കൊണ്ട് നിർത്തി. ബേസിനിൽ നിർത്തി ഇത്തിരി വെള്ളം ദേഹത്തേക്ക് ഒഴിച്ചപ്പോഴേക്കും എൻ്റെ അമ്മച്ചിയെ എനിക്ക് വെള്ളം അലർജിയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആ നനഞ്ഞ ദേഹത്തോടെ എൻ്റെ മേലേക്കൊരു ചാട്ടം. കുഞ്ഞാറ്റ കുഞ്ഞ് അന്നേ കുളി ഇട്ടവല്ല, എന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചിരിക്കുക. വേണ്ട അമ്മച്ചി, എനിക്ക് വെള്ളം അലർജി അമ്മച്ചി. വെള്ളത്തിലോട്ട് നോക്കുന്ന പോലുമില്ല. ഒരു വിധത്തിൽ അടർത്തി മാറ്റി വീണ്ടും വെള്ളം ഒഴിച്ചതോടെ ആ വെള്ളത്തോടെ എൻ്റെ മടിയിലോട്ട് ചാടിക്കയറി. ഒടുവിൽ ഭഗീരഥ പ്രയത്നം നടത്തി കുളിപ്പിച്ചെടുത്തപ്പോൾ ഞാനും കുളിച്ചു, അവനും കുളിച്ചു. മനുഷ്യരുടെ സോപ്പിട്ടാണേ കുളിപ്പിച്ചത്. എനിക്കൊന്നും അറിയത്തില്ല ഇവർക്ക് പ്രത്യേകം സോപ്പും ഷാമ്പും ഒക്കെ ഉണ്ടെന്ന്. അതിനു മുമ്പ് ഞാനൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തിയിട്ടില്ല, തൊട്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അറിയാനാണ്? ഇതൊന്നും പഠിച്ചിട്ടല്ലല്ലോ പോയി കൊണ്ടുവന്നത്. പെട്ടെന്നൊരു നിമിഷത്തിലങ്ങ് സംഭവിച്ചു പോയതല്ലേ. മേലൊക്കെ തുടച്ച് ഞാൻ സുന്ദരനാക്കി. ബിസ്ക്കറ്റ് കൊടുത്തിട്ട് തിന്നില്ല, ബ്രെഡ് കൊടുത്ത് അതും തിന്നുന്നില്ല, ചോറും മീനും കൊടുത്ത് ഒന്നും കഴിക്കുന്നില്ല. എനിക്കാകെ സങ്കടമായി. ഇവനെന്തേ കഴിക്കാത്തത്? പിന്നെ മനസ്സിലായത് ആരെയും കാണാത്ത സങ്കടമായിരുന്നു കുഞ്ഞിന്. പെറ്റമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോരുന്നതല്ലേ. ഇനി ഒരിക്കലും അവരെ ഒന്നും കാണാൻ കഴിയില്ലെന്ന് കുഞ്ഞിനറിയില്ലല്ലോ. അവരൊന്നും ഇപ്പോൾ ഈ ഭൂമിയിലില്ല. കൊന്നില്ലേ പിശാചുക്കളോ. കുഞ്ഞിനെ കൊണ്ടുവന്നൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മിണ്ടാക്കുരുന്നുകളെയും അവരുടെ അമ്മയെയും ചെകുത്താൻ്റെ രൂപം പൂണ്ടൊരു അയൽവാസി വിഷം കൊടുത്ത് പറഞ്ഞയച്ചു. എൻ്റെ പൊന്നിൻ്റെ രക്തബന്ധങ്ങൾ അങ്ങനെ ഇല്ലാതായി. എനിക്ക് പിന്നെ വീണ്ടും 6:30 ജോലിക്ക് പോകണം. പോകുന്നതിന് മുമ്പ് ഞാൻ പാല് കാച്ചി കൊടുത്തു. അതെന്തായാലും കുടിച്ചു. ഞാൻ പോയപ്പോൾ സിറ്റ് ഔട്ടിൽ വെറുതെ എന്നെ ഇങ്ങനെ നോക്കിക്കിടന്നതേ ഉള്ളൂ. ഒന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പാല് ബാക്കി ഉണ്ടായിരുന്ന കുടിച്ചെന്ന് പറഞ്ഞു. ബിസ്ക്കറ്റ് തിന്നു, ബ്രെഡ് തിന്നു എന്നൊക്കെ മോൻ എന്നോട് പറഞ്ഞു. മുള്ളാൻ മുട്ടിയപ്പം മുറ്റത്ത് മാവിൻ ചോട്ടിൽ പോയി മുള്ളിയിട്ട് തിരികെ കയറി വന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. രാത്രി ഞാൻ തിരികെ വന്നപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ട് അകത്തുനിന്നും ഇറങ്ങി വന്നു. കുഞ്ഞിവാല് ആട്ടുന്നത് കണ്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നോടൊരാളെ സ്നേഹം പ്രകടിപ്പിച്ചാൽ എനിക്കത് വിലമതിക്കാനാവാത്തതാണ്. പൂഴ്ത്തി വെച്ച് പുറമേ കാണിക്കാത്ത സ്നേഹം എനിക്ക് വേണ്ട. എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരാളുണ്ടായിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ പെഡിഗ്രി വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത്. കൊടുത്തിട്ട് പക്ഷേ തിന്നില്ല, അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ സമയം ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ച്
ചോറൊക്കെ കൊടുത്ത് കിടക്കാനായി ഹാളിൽ തുണി വിരിച്ചു കൊടുത്തെങ്കിലും തറയിൽ കിടക്കാനായിരുന്നു ഇഷ്ടം. പാത്രത്തിൽ വെള്ളം എടുത്തൊരു സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. രാത്രി എങ്ങാനും ദാഹിച്ചാലോ. കരയുമെന്നൊക്കെ പേടിച്ചെങ്കിലും സൈലൻ്റ് ആയിരുന്നു ആൾ. പെറ്റുകിടക്കുന്ന ഒരു പെണ്ണിൻ്റെ ആകുലതയോടെ ഇടയ്ക്കിടെ ഞാൻ ഉണർന്നു നോക്കിയിരുന്നു. ഇടയ്ക്ക് 1-2 തവണ ഞാൻ എഴുന്നേറ്റപ്പോൾ ഡോറിനടുത്ത് വന്ന് നിന്ന് കാണിച്ചു. ശൂശു വെക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. പതിയെ പതിയെ ഇങ്ങരുടെ ഭാഷകൾ ഞാൻ പഠിച്ചു തുടങ്ങുകയായിരുന്നു. കതക് തുറന്നു കൊടുത്താൽ മുറ്റത്ത് പോയി പനിനീര് തളിച്ചിട്ട് തിരികെ കയറി വരും. അതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല, ഇയാൾ സ്വയം മനസ്സിലാക്കി ചെയ്തതാണ്. വന്ന അന്ന് മുതൽ ഒരു തവണ പോലും വീടിനകത്ത് മുള്ളിയിട്ടില്ല. ഡീസൻ്റ് പയ്യനായിരുന്നു. വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. അതും സ്വയം തോന്നി ചെയ്തതാണ്. പിറ്റേന്ന് മുതൽ ഹാളിൽ ഒറ്റയ്ക്ക് കിടത്താതെ എൻ്റെ ഒപ്പം ഞാൻ മുറിയിൽ കൊണ്ട് കിടത്തി. കട്ടിലിൻ്റെ സൈഡിൽ തുണിയൊക്കെ വിരിച്ച് അവിടെ കിടത്തി. അന്ന് ഈ സോഫയിൽ ഇയാൾക്ക് തന്നെ കയറാൻ പറ്റത്തില്ല, എടുത്ത് കയറ്റണം. ഇച്ചിരിയേ ഉള്ളായിരുന്നല്ലോ. സോഫയുടെ അത്രയും വലിപ്പം ഇല്ലായിരുന്നു, പൊക്കമില്ലായിരുന്നു. രാത്രി മുള്ളാൻ മുട്ടുമ്പോൾ ഓരോരോ ശബ്ദങ്ങളുണ്ടാക്കി എന്നെ ഉണർത്തും. കതക് തുറന്നാൽ മഴയാണെങ്കിലും മുറ്റത്ത് പോയി മുള്ളിയിട്ട് ഓടിക്കയറി വരും. വെളുപ്പിന് എൻ്റെ ഒപ്പം എഴുന്നേക്കും. അടുക്കളയിലെ ടേബിളിൻ്റെ കീഴെ ഞാൻ തുണി വിരിച്ച് കൊടുക്കും, അവിടെ കിടത്തും. എന്നെ നോക്കി അങ്ങനെ കിടക്കും അവിടെ. അല്ലെങ്കിൽ അടുക്കളയിൽ കിടക്കുന്നൊരു കസേരയിൽ കയറി കിടക്കും. എങ്ങനെയാണെങ്കിലും കണ്ണെൻ്റെ മുഖത്തോട്ടാണ്. ബ്രെഡായിരുന്നു ഏറ്റവും ഇഷ്ടം. അന്നെനിക്കറിയില്ല ബ്രെഡൊന്നും കൊടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെ രാവിലെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ബുൾസൈ അടിച്ചു കൊടുക്കും. പിന്നെ അതൊരു ശീലമായി. രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ റോഡ് വരെ എന്നെ കൊണ്ടുവിടും. ഞാൻ കണ്ണിൽ നിന്ന് മറയുന്നവരെ നോക്കി നിൽക്കും, പിന്നെ തിരിച്ചു പോരും. ഉച്ചയ്ക്ക് ഞാൻ വരുന്ന സൗണ്ട് കേട്ടാൽ ഓടി റോഡിൻ്റെ അവിടെ വരും. പലതവണ വണ്ടിയിൽ ഞാൻ കയറ്റാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ പുള്ളിക്ക് പേടിയാണ്. പിന്നെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പല്ല് കുരുക്കുന്ന സമയമല്ലേ, ഇവരെ വളർത്തുന്ന എല്ലാവരും പറയുന്നൊരു പരാതിയാണ് ചെരുപ്പ് കടിച്ച് പൊട്ടിക്കുമെന്ന്. ഇവൻ പക്ഷേ ഉണ്ടല്ലോ, ഒരൊറ്റ ചെരുപ്പ് ഇതുവരെ ഇവിടെ കടിച്ച് നശിപ്പിച്ചിട്ടില്ല. അന്നും ഇന്നും ചെരുപ്പെടുത്ത് കളയ്ക്കും, പക്ഷെ കടിച്ചു മുറിക്കില്ല. ചോറും മീനും മുട്ടയും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു ഇഷ്ടഭക്ഷണങ്ങൾ. വൈകുന്നേരങ്ങളിൽ ഡാഡി വരുമ്പോൾ കറുമുറ കടിക്കാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. അച്ചപ്പം, ബോളി, മടക്കസാന, അങ്ങനെയൊക്കെ ചിലത്. ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് അന്നറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം എന്താണോ അതൊക്കെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഏപ്രിൽ 18 ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയി. തിരിച്ചു വരുന്ന വഴി എൻ്റെ ഡിയോയിലൊരു ബൈക്ക് വന്നിടിച്ചു. ഞാൻ അവരുടെ റൈറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് റൈറ്റിലോട്ട് തിരിയണമെന്ന്. അവരെക്കാൾ 1 ഇഞ്ച് മുമ്പേ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞാൻ അറിഞ്ഞു അവർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെന്ന്. മുംബൈ പോകുന്ന ഞാനങ്ങ് പൊക്കോട്ടെന്ന് അവരും വിചാരിച്ചില്ല. കെട്ടിയവനും കെട്ടിയോളുമായിരുന്നു. എൻ്റെ ഡിയോയുടെ മൂക്കിന് കൊണ്ട് ഇടിച്ച് താഴെയിട്ട് അവരൊരു പോക്ക്. ഞാൻ താഴെ കിടക്കുന്നു. ഡിയോ എൻ്റെ മണ്ടയ്ക്ക് ഒടിഞ്ഞു, കാലൊടിഞ്ഞു. ആളുകളൊക്കെ ഓടിക്കൂടി എന്നെ പിടിച്ച് പൊക്കുന്നത് കണ്ടപ്പോൾ ലവനും കൂടെ കടന്നു കളയാൻ നോക്കി. നാട്ടുകാർ കയ്യോടെ പിടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടിഞ്ഞ കാലുമായിട്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കുരുന്ന് ഓടി വന്ന് കാലൊക്കെ മണപ്പിച്ച് നോക്കുന്നു. എൻ്റെ കാലും ചുവട്ടിൽ നിന്ന് മാറുന്നില്ല. എനിക്കെന്തോ പറ്റിയെന്ന് മനസ്സിലായി. എൻ്റെ അവസ്ഥയേക്കാൾ എനിക്ക് വിഷമം തോന്നിയത് ആ മുന്തിരിക്കണ്ണിലെ വേദനയാണ്. അവൻ്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട എൻ്റെയല്ല അവൻ്റെ കാലാണ് ഒടിഞ്ഞതെന്ന് തോന്നും. പിന്നെ ആ 2 മാസവും എനിക്ക് ചുറ്റുമൊരു ഭ്രമണപഥമുണ്ടാക്കി അതിൽ കിടന്ന് വട്ടം ചുറ്റുകയായിരുന്നു ഈ ഇത്തിരി കുഞ്ഞൻ പ്ലൂട്ടോ. ഏതു നേരം എൻ്റെ കാൽ ചുവട്ടിലാണ്. ഒടിഞ്ഞ കാലം വെച്ച് റെസ്റ്റാണെന്ന് വിചാരിക്കരുത്. അപ്പോഴും ഈ വീട്ടിലെ സകല ജോലിയും ഞാൻ ചെയ്തു, കുഞ്ഞിച്ചക്കനെ കുളിപ്പിക്കുന്നതുൾപ്പെടെ. പക്ഷെ ഞാൻ വീണ് കാലൊടിഞ്ഞതിൻ്റെ പഴി കേട്ടത് എൻ്റെ ഈ കുഞ്ഞായിരുന്നു. പാവം, അത് വന്ന് കയറിയത് കൊണ്ടാണത്രേ എനിക്കിങ്ങനെ അപകടം പറ്റിയതെന്ന്. ഒരാൾ പറയുക, എന്തൊക്കെ തരം മനുഷ്യരാണ്, അവൻ കാലക്കേടും കൊണ്ട് വന്നു കയറിയതാണെന്ന്, കാലനാണെന്ന്. ഈ ഓമന മുഖം കണ്ടാൽ അങ്ങനെ പറയാൻ തോന്നുമോ? എൻ്റെ കുഞ്ഞ് വന്നതുകൊണ്ടുണ്ടാകുന്ന എന്ത് ദോഷവും ഞാനങ്ങ് അനുഭവിച്ചോളാം, ആരും അതിൽ വ്യാകുലപ്പെടേണ്ടെന്ന് ഞാനും പറഞ്ഞു. കഥ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകുന്നത് കൊണ്ട് ബോറടിക്കുന്നവരുണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത ഭാഗവുമായി ഉടനെ വരുന്നതായിരിക്കും.